കേരളത്തിൽ CPM BJP ഡീലുണ്ട് എന്ന ആരോപണം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ബി കോൺഗ്രസ് വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ CPM ശ്രമിച്ചില്ല. അത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ ആശങ്ക ഉളവാക്കി. ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കാനും അത് കോൺഗ്രസിലേക്ക് പോകാനും ഇത് കാരണമായി മാറി. CPMൻ്റെ കനത്ത തോൽവിയിലെ ഒരു പ്രധാന കാരണം ഇതാണ്. എന്നാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോൺഗ്രസ് BJP ഡീൽ നടന്നു എന്ന തെളിവുകൾ നിരത്തി ഗണേഷ് കുമാർ രംഗത്ത് എത്തിയിരിക്കുന്നു. തൻ്റെ മണ്ഡലമായ പത്തനാപുരം ഉദാഹരണമാക്കിക്കൊണ്ട് ഗണേഷ് കുമാർ തൊടുത്തുവിട്ട അസ്ത്രം കേരളത്തിൽ പ്രതിപക്ഷം ആയുധമാക്കി മാറ്റും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ UDFും BJPയും തമ്മിൽ വോട്ട് കച്ചവടം നടത്തിയതിൻ്റെ തെളിവുമായാണ് ഗണേഷ് കുമാർ എത്തിയത്. സോഷ്യൽ മീഡിയയിലൂടെയാണ് കണക്കുകൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം ഈ ഡീൽ രാഷ്ട്രീയത്തെ തുറന്നു കാട്ടിയത്. മണ്ഡലത്തിൽ BJP വോട്ടുകൾ കൂട്ടത്തോടെ മറഞ്ഞുവെന്നും ഇതിനായി 2020 പാർട്ടിയെ ബലിയാടാക്കിയെന്നുമാണ് ഗണേശൻ്റെ കൃത്യമായ വെളിപ്പെടുത്തൽ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളുടെയും വോട്ട് വിഹിതം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 2016 ഭീമൻ രഘു BJP സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ 11,700 വോട്ടുകൾ നേടി. 2021 ഇത് 12,398 വോട്ടായി വർദ്ധിച്ചു. 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPക്ക് മാത്രം മണ്ഡലത്തിൽ 23,000-ഓളം വോട്ടുകൾ നേടാൻ കഴിഞ്ഞു. BJP പത്തനാപുരത്ത് കരുത്ത് കാട്ടി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ഈ വമ്പിച്ച മുന്നേറ്റത്തിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 7,031 വോട്ടുകൾ മാത്രം. 2016 ഭീമൻ രഘുവിന് ലഭിച്ച വോട്ടുകൾ പോലും NDA സ്ഥാനാർത്ഥിക്ക് പത്തനാപുരത്ത് ലഭിച്ചില്ല. BJP ജയിച്ച വാർഡുകളിൽ പോലും വോട്ടുകൾ 2 അക്കം കടന്നില്ല എന്നത് അവിശ്വസനീയമാണെന്ന് ഗണേഷ് കുമാർ പറയുന്നു. BJP വോട്ടുകൾ UDFിലേക്ക് മറിഞ്ഞു എന്ന കൃത്യമായ ഉത്തരമാണ് അദ്ദേഹം ഇതിലൂടെ നൽകുന്നത്. പത്തനാപുരത്ത് BJP നേരിട്ട് മത്സരിക്കാതെ 2020ക്കാണ് സീറ്റ് നൽകിയത്. അത് ഈ ഡീലിൻ്റെ ഭാഗമാണെന്ന് ഗണേഷ് ചൂണ്ടിക്കാട്ടുന്നു. ചക്കയായിരുന്നു 2020യുടെ ചിഹ്നം. പ്രചരണത്തിൽ BJP സജീവവും അല്ലായിരുന്നു. സംസ്ഥാനത്ത് ഉടനീളം BJP കോൺഗ്രസ് ഡീൽ നടന്നു. BJP ഇക്കുറി ജയിച്ച 3 മണ്ഡലങ്ങളിലെ വോട്ട് നില ഇതിന് തെളിവാണെന്ന് ഗണേഷ് കുമാർ പറയുന്നു. 3 സ്ഥലങ്ങളിലും LDF 2ാം സ്ഥാനത്തെത്തിയപ്പോൾ കോൺഗ്രസ് വോട്ടുകൾ കുത്തനെ ഇടിഞ്ഞ് 3ാം സ്ഥാനത്തേക്ക് പോയി. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനും കോൺഗ്രസിന് ലഭിച്ച വോട്ടുകൾ പോലും BJP ജയിച്ച 3 മണ്ഡലങ്ങളിൽ അവർക്ക് ലഭിച്ചില്ല. ഇവിടെയൊക്കെ വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് BJP ജയിച്ചതെന്നും LDFനെ എങ്ങനെയെങ്കിലും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മുന്നണികൾ കൈകോർത്തതെന്നും ഗണേഷ് തെളിവുകൾ സഹിതം പറയുന്നു. ഗണേശിൻ്റെ ഈ തെളിവുകൾ സഹിതമുള്ള ഈ വിശദീകരണം വരും ദിവസങ്ങളിൽ LDF ഏറ്റെടുക്കും. ഇടതുമുന്നണി ഇത് ആയുധമാക്കി മാറ്റും. കണക്കുകൾ നിരത്തി സംസ്ഥാനത്തുടനീളം BJP കോൺഗ്രസ് ഡീൽ നടന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനായിരിക്കും LDF ശ്രമിക്കുക. അതിനുള്ള തന്ത്രങ്ങൾ LDF മെനയുകയാണ്. മലപ്പുറത്ത് പല ജില്ലകളിലും BJPക്ക് വോട്ട് കുത്തനെ ഇടിഞ്ഞു. അത് ഒരു തന്ത്രത്തിൻ്റെ ഡീലിൻ്റെ ഭാഗമായിരുന്നു. കോഴിക്കോട് പല ജില്ലകളിലും UDF ജയിച്ച പല ജില്ലകളിലും നാദാപുരം പോലുള്ള
UDF ജയിച്ച പല മണ്ഡലങ്ങളിലും, മലപ്പുറത്ത് പല മണ്ഡലങ്ങളിലും, കോഴിക്കോട് പല മണ്ഡലങ്ങളിലും ഈ BJP വോട്ട് കുത്തനെ ഇടിഞ്ഞത് ശ്രദ്ധേയമാണ്. UDF അട്ടിമറി വിജയം നേടിയ നാദാപുരം പോലെയുള്ള മണ്ഡലങ്ങളിലൊക്കെ BJP വോട്ടുകൾ കുത്തനെ ഇടിഞ്ഞു. ഇത് ചൂണ്ടിക്കാട്ടിയാകും ഇനി അങ്ങോട്ട് CPM നേതൃത്വത്തിലുള്ള LDFിൻ്റെ പ്രചരണം. അതിന് ഗണേഷ് കുമാർ തുടക്കം കുറിച്ചിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വിജയിപ്പിച്ചത് CPM BJP ഡീൽ നടക്കുന്നു എന്ന അവരുടെ ശക്തമായ പ്രചരണമാണ്. ആ പ്രചരണം ഒരു കൊടുങ്കാറ്റായി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അഴിച്ചുവിടാൻ കോൺഗ്രസിന് സാധിച്ചു. സുനിൽ കനകൂലുവിൻ്റെ തന്ത്രമായിരുന്നു അത്. CPM നേതാക്കൾ ഇതിനെ കാര്യമായി എടുത്തതുമില്ല. CPM നേതാക്കൾ വിചാരിച്ചത് ഇത് ജനം വിശ്വസിക്കില്ല എന്നായിരുന്നു. പക്ഷേ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ, ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഈ പ്രചരണം ഒരരക്ഷിതാവസ്ഥയുണ്ടാക്കി. അവർ കോൺഗ്രസിന് ഒന്നായി വോട്ട് ചെയ്തു. അതാണ് സംഭവിച്ചത്. അതിനപ്പുറം BJPയും കോൺഗ്രസും തമ്മിൽ കൃത്യമായ ഡീൽ നടന്നു എന്നാണ് ഗണേഷ് കുമാർ കണക്കുകൾ നിരത്തി ചൂണ്ടിക്കാണിക്കുന്നത്. LDFിനെ സംബന്ധിച്ചിടത്തോളം ഇനി ശക്തമായ ഒരു തിരിച്ചുവരവാണ് അവർ ആഗ്രഹിക്കുന്നത്. UDFിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനാകാതെ തമ്മിലടി കൂടുന്നത് LDFിന് സന്തോഷകരമാണ്. കാരണം UDF 5 കൊല്ലം ഈ അടി തുടർന്നുകൊണ്ടിരിക്കും എന്ന് LDFിന് അറിയാം. മുസ്ലിം ലീഗ് ഭരണത്തിൻ്റെ സ്റ്റിയറിംഗ് പിടിക്കുന്ന കാഴ്ചയും കാണേണ്ടി വരും. എന്തായാലും 5 കൊല്ലം കഴിയുമ്പോൾ ശക്തമായി തിരിച്ചു വരിക എന്നതാണ് LDFിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള പ്രചരണങ്ങളും സമര പരിപാടികളുമായിരിക്കും അവർ ഇനി ആസൂത്രണം ചെയ്യുക. ഏറ്റവും പ്രധാനമായി LDF ചെയ്യാൻ പോകുന്നത്, LDF കോട്ടകൾ തകർന്നതിന് പിന്നിൽ CPM BJP ഡീൽ എന്ന് പറഞ്ഞ് കോൺഗ്രസ് ജനങ്ങളെ വഞ്ചിച്ചു എന്ന് തെളിയിക്കുകയാണ്. അവിടെയൊക്കെ കണക്കുകൾ നിരത്തി, ഗണേഷ് കുമാർ ഇപ്പോൾ നിരത്തിയതുപോലെ കണക്കുകൾ നിരത്തി കോൺഗ്രസ് BJP ഡീൽ നടന്നു എന്ന് തെളിയിക്കാനായിരിക്കും CPM ശ്രമിക്കുക. അത് ജനങ്ങളിലേക്ക് എത്തിക്കാനായിരിക്കും CPM ശ്രമിക്കുക. കേരളത്തിൽ BJPക്ക് CPM ഭരിക്കുന്നത് തലവേദനയാണ്. കാരണം അവർക്ക് വളർച്ച ഉണ്ടാകില്ല. അതേസമയം കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോഴാണ് സംഘപരിവാറിനും BJPക്കും കേരളത്തിൽ ശക്തി ലഭിക്കുന്നത്. CPM ഭരിക്കുമ്പോൾ BJPയുടെ വർഗീയ അജണ്ടകൾ നടപ്പാക്കാൻ അവർ സമ്മതിക്കാറില്ല. എന്തായാലും പത്തനാപുരത്ത് ഡീൽ നടന്നിരിക്കുന്നു എന്ന കണക്കുകൾ നിരത്തി ഗണേഷ് കുമാർ ചൂണ്ടിക്കാട്ടുമ്പോൾ അത് LDF ഏറ്റെടുക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇതായിരിക്കും LDF ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ജനങ്ങളോട് പറയുന്ന ആദ്യത്തെ തോൽവിയുടെ കാരണം. ഇനി അങ്ങോട്ട് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ കോൺഗ്രസിന് നടപ്പിലാക്കാനുണ്ട്. മുഖ്യമന്ത്രിയെ പോലും തിരഞ്ഞെടുക്കാനാവാത്ത കോൺഗ്രസ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ എപ്പോൾ നടപ്പാക്കും എന്നുള്ളത് കണ്ടറിയാം.